മോശമായിട്ട് പറയില്ല, അത്രയും ഒരു നല്ല പ്രായമുള്ള ഒരാളല്ലേ. It's been 18 years. It feels like yesterday. And Mamuka has not aged one day. So it actually feels like yesterday. അറിയാൻ പറ്റും നമുക്ക് മമ്മൂട്ടി മാമനെ വിളിക്കുക. മമ്മൂട്ടി പുതിയൊരു ഗെറ്റപ്പിൽ എങ്ങനെ എക്സ്പെക്ട് ചെയ്യാം? പ്രേക്ഷകർക്ക് എന്താ എക്സ്പെക്ട് ചെയ്യാം? അഭിലാഷിന്റെ ഈ അഭിലാഷം പൂർത്തിയാക്കുന്നത് ഞങ്ങളാണ് ഇംഗ്ലീഷ് കഫേ. വാട്സാപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല. ഇംഗ്ലീഷ് കഫേ പ്രസൻസ് യു ദ പെർഫെക്റ്റ് ഇംഗ്ലീഷ്. We present you the perfect English. WhatsApp now 9633888575. ബസൂക്ക, മമ്മൂക്കയുടെ ബസൂക്ക. എന്താണ് ബസൂക്ക? അതിലെ എക്സൈറ്റ്മെന്റ് എന്താണ് ബസൂക്കയിലുള്ള? മമ്മൂക്ക തന്നെ ഏറ്റവും that will be the most exciting factor for all Mammootka fans. ഇപ്പം ബസൂക്ക എന്ന ഇതിന്റെ പ്രൊമോഷൻ കണ്ടന്റ്സ് ഒക്കെ കാണാൻ നേരത്ത് പ്രേക്ഷകർക്ക് ഏറ്റവും എക്സൈറ്റഡ് ആയിട്ട് തോന്നിയ സംഗതി എന്ന് പറയുന്നത് അതിന്റെ സ്റ്റൈലിഷ് ലുക്കാണ്. കുറെ നാളിന് ശേഷമാണ് മലയാളത്തിൽ ഇത്രയും സ്റ്റൈലിഷ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറും ഒക്കെ വരുന്നത്. ഇപ്പം നമ്മള് അതിന് മാർക്കൊക്കെ കണ്ടിട്ടുണ്ടെങ്കിലും പക്ഷെ ഫുള്ളി ഓൺ ആയിട്ടൊരു അത് ഇച്ചിരി വയലൻസ് ഓറിയന്റഡ് അത്തരത്തിലൊക്കെ ആയിരുന്നല്ലോ അതിന്റെ പ്രസന്റ് ചെയ്തത്. ഇപ്പം ഇതിലേക്ക് വരാൻ നേരത്ത് ഗൺ ഫൈറ്റ്സും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള ഒരു ബസൂക്കയാണ് കണ്ടത്. ബസൂക്കയുടെ ഒരു അർത്ഥം തന്നെ അതാണല്ലോ, പോർട്ടബിൾ റോക്കറ്റ് അത്തരത്തിലേക്കൊക്കെ ആയിരുന്നു. അപ്പൊ എങ്ങനെയായിരുന്നു നിങ്ങളുടെ ഒരു എക്സൈറ്റ്മെന്റ് എന്തായിരുന്നു ബസൂക്കയിൽ? I was super excited. മമ്മൂക്കയുടെ കൂടെ അഭിനയിക്കാൻ പറ്റുന്നത് തന്നെ ഒരു ബ്ലെസ്സിങ് ആയിട്ട് ഞാൻ കരുതുന്നു. ബിക്കോസ് നമ്മുടെ പ്രൈഡാണ് മലയാളം സിനിമയുടെ ആൻഡ് ഇന്ത്യയുടെ പ്രൈഡാണ്. And so I feel extremely grateful and extremely blessed to work in Bazooka. So yeah, hoping that everyone, all of you will like the film. April 10th റിലീസ് ആവുകയാണ്. നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെടുമെന്ന് പ്രതീക്ഷിക്കുന്നു. Broad excitement. Always, man. It's Mamuka's film. We are always excited. And this is going to be amazing. I'm as excited as you are. All of us are. Yeah. We just have to wait till April 10th and it's going to be amazing. ഇങ്ങനെ എല്ലാവരും പോലെ തന്നെ സിനിമ കാണാൻ വേണ്ടി വളരെ എക്സൈറ്റഡ്. എസ്പെഷ്യലി ഇതുപോലത്തെ ഒരു വിഷു റിലീസ് ആവുന്ന സമയത്ത്, ഒരു സെലിബ്രേഷൻ നടക്കുന്ന സമയത്ത്, വേറെ നമ്മുടെ ഒരു സൂപ്പർ സ്റ്റാറിന്റെ ഒരു പടം ഇറങ്ങുന്ന സമയത്ത് മലയാളം സിനിമയിൽ തന്നെ അത് അത്രയും വലിയ സന്തോഷമുള്ള കാര്യമാണല്ലോ ഈ ഫെസ്റ്റിവൽ ടൈമിന് ഒരു പടം വരിക എന്നുള്ളത്. അപ്പം അതുപോലെ തന്നെ നിങ്ങളെല്ലാവരും പോലെ തന്നെ നമ്മളും എക്സൈറ്റഡ് ആണ്. പടം എങ്ങനെ വരും, ആൾക്കാരെ എങ്ങനെ ആക്സെപ്റ്റ് ചെയ്യും, എല്ലാവർക്കും ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു. ആ ഒരു ഡിഫറെന്റ് ലെവൽ ഓഫ് എക്സൈറ്റ്മെന്റ് ആൻഡ് ഒരു ഫീലിംഗ് ആണ് എനിക്കിപ്പോൾ ഉള്ളത്. ബസൂക്ക ഇറങ്ങാൻ വേണ്ടി എല്ലാരും നല്ല വെയിറ്റ് ചെയ്തിട്ട് തന്നെ ഇരിക്കുന്നത്. ഞാനും കുറെ കാലമായി എപ്പോഴാ ഇറങ്ങുക നല്ല കുറെ ഡേറ്റ് മാറ്റിയിട്ടുണ്ടായിരുന്നല്ലോ. അപ്പൊ അവസാനം ബസൂക്ക ഇറങ്ങാൻ പോവാണ് എന്ന് പറഞ്ഞാൽ ആ വെയിറ്റിനൊക്കെ അത്രയും നേരം വെയിറ്റ് ചെയ്തതിന്റെ വേർത്ത് ആയിട്ടുള്ളൊരു സിനിമയാണ് ബസൂക്ക. ഇപ്പോ എല്ലാവരും എക്സിറ്റാണ്. എന്നോട് എല്ലാവരും ചോദിക്കാറ് എന്താ വെച്ചാൽ എപ്പോഴാ ബസൂക്ക ഇറങ്ങാന്ന്. എനിക്കും ഒന്നും ഉത്തരത്തും അറിയിട്ടായിരുന്നില്ല എപ്പോഴാ ബസൂക്ക ഇറങ്ങാന്നുള്ളത്. ഇപ്പോൾ April 10 എന്നുള്ളൊരു ഉത്തരമുണ്ട്. അപ്പോൾ April 10 നമുക്ക് തിയേറ്ററിൽ പോയിട്ട് ബസൂക്ക കാണാം. അപ്പൊ അത് അടിപൊളിയാവും. ബസൂക്കയുടെ സ്ക്രിപ്റ്റ് വായിച്ച ടൈമിൽ ഒരു ഹുക്ക് പോയിന്റ് ഉണ്ടായിരുന്നല്ലോ, അതിൻ്റെ അകത്ത് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പോയിന്റ് എന്തായിരുന്നു? ഇപ്പൊ എല്ലാവരോടും ചോദിക്കുകയാണെങ്കിൽ ഹുക്ക് പോയിന്റ് മീൻസ് എനിക്ക് സ്ക്രിപ്റ്റ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഭയങ്കര ഒരു ഗ്രിപ്പിംഗ് എഡ്ജ് ഓഫ് ദ സീറ്റ് ത്രില്ലറാണ്. ആൻഡ് ദ എൻറ്റയർ ഫിലിം ഇസ് മെയ്ഡ് ഇൻ എ ഡിഫറെൻറ്റ് വേ. ഒരുമാതിരി ഒരു ഗെയിം ത്രില്ലർ എന്നൊക്കെ പറയില്ലേ, മൈൻഡ് ഗെയിം. ഐ മീൻ ഫുൾ ഓൺ ഭയങ്കര ഡിഫറെൻ്റ് ആയിരിക്കും. എനിക്ക് സ്ക്രിപ്റ്റ് കേട്ടപ്പോൾ എനിക്ക് അതാണ് തോന്നിയത്. സോ എനിക്ക് എൻ്റെ റോളും ഇഷ്ടപ്പെട്ടു. സോ yeah, that is the reason. You asked me what is the reason that I picked this film, right? Yeah, എൻ്റെ റോൾ എനിക്ക് ഭയങ്കര ഒത്തിരി ഇഷ്ടപ്പെട്ടു. സ്ക്രിപ്റ്റ് പിക്ക് ചെയ്യാനാണെങ്കിലും അതിൻ്റെ അകത്തൊരു ഹുക്ക് പോയിന്റ് ആണ് ഞാൻ ഉദ്ദേശിച്ചത്. ഹുക്ക് പോയിന്റ് അതൊന്നും കുറെ പോയിന്റ്സ് ഉണ്ട്. അത് എനിക്ക് എങ്ങനെയാണ് ഞാൻ പറയുക, സസ്പെൻസ് പോവും. ബിക്കോസ് ഇതൊരു ത്രില്ലറാണ്. ത്രില്ലറിൻ്റെ എലിമെന്റ് തന്നെ ഹുക്ക് പോയിന്റ് അല്ലേ. അപ്പോൾ എനിക്കത് പറയാൻ പറ്റാത്ത അവസ്ഥയാണ്. സോ എൻ്റെ റോളിനെ പറ്റിയിട്ടും എനിക്ക് അത്രയും പറയാൻ പറ്റില്ല. ബിക്കോസ് ഞങ്ങളുടെ ഡയറക്ടർ അങ്ങനെയാണ് പറഞ്ഞ് ഞങ്ങൾ അയച്ചിരിക്കുന്നത്. സോ ലോട്ട് ഓഫ് ഹുക്ക് പോയിന്റ്സ് ഉണ്ടാവും. നിങ്ങൾ പടം കാണുമ്പോൾ ഇഷ്ടപ്പെടുന്ന പ്രതീക്ഷിക്കുന്നു ഹുക്ക് പോയിന്റ്സ് ഒക്കെ. Big P, after 18 years. It's been 18 years. It feels like yesterday. And Mamuka has not aged one day. So it actually feels like yesterday. Again with Mammootty, what do you feel now? It's always the same feeling. I'm always in awe of him. I'm his fan. Right? He's like my elder brother, just like the movie is. He's always taking care of me. He's very warm. And it's like deja vu.
it's like the same thing happened 18 years ago and it happened in Bazooka. And I feel like the time has become still. It's I'm loving the fact that I'm getting to relive the same thing again in Bazooka. മമ്മൂട്ടി പുതിയൊരു ഗെറ്റപ്പിൽ എങ്ങനെ എക്സ്പെക്ട് ചെയ്യാം? പ്രേക്ഷകർക്ക് എന്താ എക്സ്പെക്ട് ചെയ്യാം? ആക്ച്വലി മമ്മൂക്ക ചെയ്യാത്ത റോൾസേ ഇല്ലല്ലോ. മമ്മൂക്ക ആസ് ആൻ ആക്ടർ എല്ലാം റോളും ചെയ്ത ഒരു സൂപ്പർ സ്റ്റാറാണ്. അപ്പോൾ മമ്മൂക്ക ചെയ്യാത്തൊന്നുമില്ല. പക്ഷേ ഇതിൽ മമ്മൂക്ക എല്ലാ പടത്തിലും ഹാൻസം ആണ്. ഇതിലും ഹീസ് മോർ ഹാൻസം. ഭയങ്കര സ്റ്റൈലിഷ് ആയിരിക്കും, ഒത്തിരി സ്റ്റൈലിഷ് ആയിരിക്കും മമ്മൂക്കനെ കാണാൻ. ആൻഡ് ദ എൻറ്റയർ ഫിലിം ദ മേക്കിംഗ് ഇസ് വെരി സ്റ്റൈലിഷ്. ഞങ്ങളുടെ ഡയറക്ടർ ഡീനോ ഡെന്നിസ് സർ എൻഷുർഡ് ദാറ്റ് എവറി ക്യാരക്ടർ ഓൾ ഓഫ് us ലുക്ക് അറ്റ് അവർ ബെസ്റ്റ്. യുനോ എവ്രി വൺ സ്റ്റൈലിംഗ് ആയാലും ശരി, എല്ലാം എലിമെൻസും ഹി എൻഷുർഡ് ദാറ്റ് ഇറ്റ് ഇസ് പെർഫെക്റ്റ്. സോ മമ്മൂക്കയുടെ ലുക്കും ഇൻക്രെഡിബിൾ ആയിരിക്കും. അത് നിങ്ങൾ പടം കണ്ടാൽ മനസ്സിലാവും. മിന്നൽ മുരളിയിൽ നോക്കുവാണെങ്കിൽ പ്രേക്ഷകരായിട്ട് ഭയങ്കര റിലേറ്റബിൾ എന്ന് ടോവിനുമായിട്ട് ഇങ്ങനെ മാമനും മോനും ആ ഒരു കോംബോ ഭയങ്കരമായിട്ട് വർക്കൗട്ട് ആയിരുന്നു. ഈ ചിത്രത്തിൽ വരാൻ നേരത്ത് എന്താണ് മമ്മൂക്കയായിട്ട് കോമ്പിനേഷൻ ഉണ്ടോ? അതിൽ ഞാൻ ഗൗതം മാമയുടെയും ദിവ്യമയുടെയും മകനായിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് ഇതില് കോമ്പിനേഷൻ സീനുകളുണ്ട്. ഇതിൽ അങ്ങനെ വലിയ മിന്നൽ മുരളിയിലുള്ള പോലെ ടോവിനോടൊപ്പം എപ്പോഴും പിന്നാലെ നടക്കുക, എല്ലാ കാര്യങ്ങളും ഗൈഡ് ചെയ്യുക, അതുപോലെയൊന്നുമില്ല മമ്മൂട്ടി. ഇതിലിപ്പോ എനിക്ക് അത്യാവശ്യം ഒപ്പം 2 സീന് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ആ ഒരു എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നു? മമ്മൂക്ക എന്ന് പറഞ്ഞ ലെജൻഡുമായിട്ടാണല്ലോ വർക്ക് ചെയ്യുക. അപ്പം നല്ല സന്തോഷമുണ്ട്. എന്തായാലും ഇത്രയും വലിയൊരാളുടെ കൂടെ അഭിനയിക്കാൻ പറ്റിയത് തന്നെ ഏറ്റവും വലിയൊരു ഭാഗ്യം തന്നെയാണ്. അതും ഒരു കോംബോ സീനൊക്കെ വരെ പറയുമ്പോ 1 in a million ചാൻസ് തന്നെയാണല്ലോ അതൊക്കെ. ഫസ്റ്റ് മീറ്റപ്പ് എങ്ങനെയായിരുന്നു? അപ്പോൾ ഞാൻ ആദ്യമായിട്ട് കാണുന്നത് സെറ്റിന്റെ ഉള്ളിലാണ്. ഞാൻ എന്താ പറയാ സിങ് സൗണ്ട് ആയിരുന്നു, ഒക്കെ സൈലന്റ് ആയിരുന്നു. അപ്പോഴാണ് ഞാൻ എല്ലാരും സെറ്റിൽ അറിയാൻ പറ്റും നമുക്ക് മമ്മൂട്ടി മാമനെ വിളിക്കുക. അപ്പൊ മമ്മൂട്ടി മാമ വരുമ്പോ നമുക്ക് എല്ലാം അറിയാൻ പറ്റും വരുന്നുണ്ട് എന്നുള്ള കാര്യം. ആ ഒരു എനർജി ലെവല് മാറും. എല്ലാവർക്കും ഒരു ബഹുമാനമാണ്. എല്ലാരും നല്ല ഒരു കുറച്ച് ഭയഭക്തി ബഹുമാനത്തോടെ എല്ലാരും ഇരിക്കുക. അപ്പൊ അത് കാണുമ്പോ നമുക്ക് മനസ്സിലാവാൻ പറ്റും. ഞാൻ ആദ്യം കാണുമ്പോ എനിക്ക് ശരിക്കും നല്ല ഞെട്ടിട്ടാണ് ഇരിക്കുന്നത്. അപ്പൊ ഒബാമയുടെ പേരൊക്കെ മറന്നു എന്നൊക്കെ പറഞ്ഞു. അങ്ങനെയൊന്നും പക്ഷെ എന്നാലും നല്ല അങ്ങനെ ഒരു കഥ ഉണ്ടല്ലേ? അപ്പൊ ഇത് കഴിഞ്ഞിട്ട് എന്തായാലും പറയാനുണ്ട്. എനിക്ക് പേടി നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു എങ്ങനെ ഇപ്പൊ പറയാൻ എനിക്ക്. പക്ഷെ അതിനൊന്നും ആവശ്യം ഉണ്ടായിരുന്നില്ല. അപ്പൊ എന്നോടായാലും അപ്പൊ അവിടെ ഗൗതം മാമോടായാലും പിന്നെ ഡീനോ മാമോടായാലും എല്ലാരും മമ്മൂട്ടി മാമ നല്ല ഒരേപോലെയാണ് സംസാരിക്കുക. വലിയ ഹയറാർക്കി ഒന്നും സെറ്റിൽ ഉണ്ടായിരുന്നില്ല സംസാരിക്കുമ്പോഴൊക്കെ. അപ്പൊ അതുകൊണ്ട് തന്നെ എനിക്ക് ഒരു വളരെ ഔട്ട്കാസ്റ്റ് ആയ മാതിരി ഒന്നും തോന്നിയിട്ടുണ്ടായിരുന്നില്ല സെറ്റില്. നല്ല അടിപൊളിയായിരുന്നു. ഐസ് ബ്രേക്ക് മൂവ്മെന്റ് ഉണ്ടാവുമല്ലോ. നേരെ ആദ്യം വന്നിട്ട് പറഞ്ഞു ഹൗ ആർ യു എന്ന് ചോദിച്ചു. ഒട്ടും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല ഞാൻ അങ്ങനെയൊക്കെ ചോദിക്കുന്നത്. ഇങ്ങനെ സൈഡിൽ കൂടെ ഇങ്ങനെ പോവും. ഞാൻ അന്തം വിട്ട് നോക്കിക്കോ, അത്ര തന്നെ ഞാനും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. പക്ഷെ അത് ഞാൻ ഇങ്ങോട്ട് നോക്കുമ്പോഴേക്കും ഇങ്ങോട്ട് വന്നിട്ട് പറഞ്ഞു എന്നോട് പോണ വഴിക്ക് എന്നോട് പറഞ്ഞു ഹൗ ആർ യു ചോദിച്ചു. ഞാൻ ശരിക്കും നല്ല എക്സൈറ്റഡ് ആയിരുന്നു ആ സമയത്ത്. എന്തായിരുന്നു ആ നേരത്തെ പറഞ്ഞ ഈഡൻ സ്റ്റോറി? അത് പറഞ്ഞ ഒരു സൂപ്പർ സ്റ്റാർ മൊമെന്റ് ആയിരുന്നു എനിക്ക്. ഞാൻ പേര് അങ്ങനല്ല, എനിക്കൊന്ന് പലരും എന്നെ പറഞ്ഞു വരുന്ന സമയത്ത് വേറെ എന്തോ കഥയുണ്ടായിരുന്നു. പുള്ളി സാർ അവിടെ നിൽക്കുന്നു. അപ്പൊ ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോയ സമയത്ത് സാർ തിരിച്ച് നമുക്കൊരു ലുക്ക് ഉണ്ടാവുമല്ലോ. ഒരാളുടെ സംസാരിക്കുമ്പോൾ ഒബിയസ്ലി ആളെ നമ്മൾ നോക്കുമല്ലോ. അങ്ങനെ നോക്കിയ സമയത്ത് ആ ഒരു മൊമെന്റ് പറഞ്ഞ ഒരു ഐസ് ബ്രേക്കിംഗ് മൊമെന്റ് എന്നുള്ള രീതിയിൽ എനിക്ക് എന്താ പറയേണ്ടത്, ഞാൻ എന്തിനാ അവിടെ പോയെന്നുള്ളത് അതൊന്നും പറയില്ല, സ്തംഭിച്ചു തന്നു, നമുക്ക് പറയാൻ പറ്റുന്നില്ല. ആ ഒരു സമയത്ത് എന്റെ പേര് എന്താ പറയണ്ടേ എന്ന് മനസ്സിലായില്ല. അതായിരുന്നു സംഭവം, പേര് പറഞ്ഞതല്ല. അങ്ങനെയല്ല പറയുമ്പോ മൊമെന്റ് എന്നുള്ള രീതിയിൽ പറയണം അറിയില്ല. അപ്പൊ ഫുൾ സ്റ്റക്ക് ആയിപ്പോയി, ബ്ലാക്ക് ഔട്ട് ആയിപ്പോയി. ആ ഒരു മൊമെന്റ് സ്വാഭാവികമായിട്ട് എല്ലാവർക്കും ഉണ്ടാകുന്ന ഒരു വികാരം തന്നെയാണ്. ഇപ്പം പ്രേക്ഷകർ മമ്മൂക്കാക്ക് പ്രേക്ഷകരുടെ ഒരു ആക്ഷൻ സീക്വൻസ് ഒക്കെ ഒരുപാട് പ്രതീക്ഷിക്കാം ട്രെയിലറിലൊക്കെ കാണുന്ന പോലെ. കുറെ ആക്ഷൻ സീക്വൻസ് ഉണ്ട്. നിങ്ങൾക്ക് ഒരു എക്സൈറ്റ്മെന്റ് തോന്നി എന്താണ്? ഒന്നും വിട്ട് പറയുന്നില്ല കേട്ടോ, ഒന്നും പറയുന്നില്ല, പറയാൻ പറ്റില്ല, പറയാൻ പാടില്ല. അപ്പം ഒരു ന്യൂ കമർ ഡയറക്ടർ ആയിരുന്നല്ലോ, അപ്പം അത് എങ്ങനെ ഉണ്ടായിരുന്നു സെറ്റിലാണെങ്കിലും? അത് ന്യൂ കമർ ഡയറക്ടറിന് മാതിരി തന്നെ ഉണ്ടാവില്ല. നിങ്ങൾ പടം കാണുമ്പോഴും നിങ്ങൾക്ക് മനസ്സിലാവും ദാറ്റ് യുനോ കുറേ പടങ്ങൾ ചെയ്ത ഒരു എക്സ്പീരിയൻസ്ഡ് ഡയറക്ടർ പോലെയാണ് ഡീനോ സർ. സെറ്റ് ഹാൻഡിൽ ചെയ്ത വിധമായാലും ശരി, ഡയറക്റ്റ് ചെയ്ത വിധമായാലും ശരി, എവറിത്തിങ് വാസ് ലൈക്ക്
ഭയങ്കര ഒത്തിരി എക്സ്പീരിയൻസ് ഉള്ള ആൾമാരെയായിരുന്നു ഹൗ ഹി വാസ് ഓൺ ദ സെറ്റ്. അതേമാതിരി ഐ എം ഷുവർ ദ മേക്കിംഗ് വാസ് ഇൻക്രെഡിബിൾ. ഞാൻ ഇനിയും ഫൈനൽ ഔട്ട് ഞങ്ങൾ ആരും കണ്ടിട്ടില്ല, പക്ഷേ ദ ട്രെയിലർ വാട്ട് എവർ ഐ സോ ദ മേക്കിംഗ് വാസ് ഇൻക്രെഡിബിൾ. അതേമാതിരി വിഷ്വൽസ് ഇസ് ഡൺ ബൈ നിമിഷ് രവി. സോ ഐ തിങ്ക് ബ്രില്യൻ കോമ്പിനേഷൻ ആയിരിക്കും ഡിനോ സാറും നിമിഷും രണ്ട് ഈ ട്രെയിലർ കാണിക്കുന്ന ഒരു സാമ്പിൾ വെടിക്കെട്ട് മാത്രമാണോ? ഓൺലി സാമ്പിൾ. ഇനി പിക്ചർ അഭി ബാക്കി ഹെ ദോസ്ത് എന്ന് പറയില്ലേ, അതേമാതിരി അത് വെറും സാമ്പിൾ ആയി. നേരത്തെ പറഞ്ഞ പോലെ ഈ മമ്മൂക്ക എന്ന് പറയുന്നത് ഒരാളുടെ സ്റ്റൈലിഷ് ലുക്ക് ഭയങ്കര ഫെമിലിയർ ആയിട്ട് നോട്ടബിൾ ആയിട്ട് എല്ലാവരും കാണുന്ന ഒരു സംഗതിയാണല്ലോ. പുള്ളിക്ക് എല്ലാ കോസ്റ്റ്യൂംസും എല്ലാ ഔട്ട്ഫിറ്റ്സും ചേരുമെന്ന് ഇങ്ങനെ ഒരു ധ്വനിയുണ്ടല്ലോ. അത് എങ്ങനെയായിരുന്നു നിങ്ങൾ ഈ സൂട്ടും ഒക്കെ ഇട്ട് വരാൻ നേരത്തുള്ള സ്റ്റൈലിഷ് ലുക്ക് എങ്ങനെയായിരുന്നു നിങ്ങളുടെ ഒരു വ്യൂല്? അത് ലൈവായിട്ട് കണ്ട ഒരു മൊമെന്റ് എങ്ങനെയായിരുന്നു? he can carry എന്ത് ഉടുപ്പും അത്രയും ഗ്രേസ്ഫുൾ ആയിട്ട് സ്വാഗ്. ഐ തിങ്ക് ഉള്ളിൻ്റെ ഉള്ളിൽ സർ ഹാസ് എ സ്വാഗ്. എന്ത് ഉടുപ്പായാലും he can effortlessly carry it. You were saying something. No, I was saying the same thing. അതൊരു സത്യമാണ്. എല്ലാ ഡ്രസ്സും എല്ലാ കോസ്റ്റ്യൂംസും എല്ലാ ക്യാരക്ടറും ഈസിലി പുൾ ഓഫ് ചെയ്യാന്ന് പറയുന്നത് ഒട്ടും എളുപ്പമുള്ള ഒരു കാര്യമല്ല. ബട്ട് മമ്മൂട്ടി സർ can do it. അതാണ് നമ്മൾ എപ്പോഴും പുള്ളിനെ കണ്ട് പഠിക്കുന്നതും എല്ലാവരും പുള്ളിനെ തന്നെ ഉറ്റു നോക്കുന്നതും അതുകൊണ്ട് തന്നെയാണെന്ന് എനിക്ക് തോന്നുന്നു. എന്തുകൊണ്ട് പ്രേക്ഷകർ ബസൂക്ക കാണണമെന്ന് ചോദിച്ചാൽ ഏപ്രിൽ 10th കാണുന്നു. എന്തുകൊണ്ട് കണ്ടല്ല നിങ്ങൾ ഞങ്ങളൊക്കെ ഉണ്ട്, കാണൂ പ്ലീസ്. മമ്മൂക്ക ഉണ്ട്, ഓഫ് കോഴ്സ്. വശിഷ്ഠുണ്ട്, വശിഷ്ഠിന് വേണ്ടിയിട്ട് കാണണം. മലയാളത്തില് നമ്മള് ഗെയിമിംഗ് എലമെന്റ്സ് ആഡ് ചെയ്ത ഒരു സിനിമ ഈ ജോണർ ടൈപ്പ് ഓഫ് ജോണർ എനിക്ക് തോന്നുന്നു വരാൻ പോകുന്ന ഫ്യൂച്ചറിൽ കൂടുതൽ ഗെയിമിംഗ് എലമെന്റ്സ് ഒക്കെ ആഡ് ചെയ്ത് അല്ലെങ്കിൽ ഗെയിം ബേസ്ഡ് പടം വന്നേക്കാം. പക്ഷെ ഇപ്പൊ ഗെയിമിംഗ് എലമെന്റ്സ് ആഡ് ചെയ്തൊരു പടം മലയാളത്തിൽ ഇപ്പൊ വരുന്നത് ബസൂക്കയാണ്. അപ്പം ഡിഫറെന്റ് ജോണർ ആണ്. അപ്പം എല്ലാവർക്കും കാണുന്ന സമയത്ത് എന്താ പറയാ ഡിഫറെന്റ് ആയിരിക്കും പടം. അപ്പോ ത്രില്ലർ ആണ്. അപ്പോ അത് വൺ ഓഫ് ദ റീസൺസ് ഫോർ വാച്ചിങ് ഇറ്റ് ഫ്രം തിയേറ്റേഴ്സ്. കൺക്ലൂഷൻ എന്ന് പറയുമ്പോൾ എല്ലാവർക്കും ഇഷ്ടമാണ് ഒരു സിനിമ തന്നെയാണ് ബസൂക്ക. എനിക്ക് സിനിമയെ കുറിച്ച് അറിയണത് വെച്ച് നോക്കുമ്പോൾ ഇത് ആർക്കും എന്തായാലും മോശം സിനിമയെന്ന് തോന്നില്ല ആർക്കും. അതെ, എന്ന് പറയുമ്പോൾ അതില് എത്രത്തോളം എല്ലാവർക്കും അത് ഏറ്റവും നല്ല ഇഷ്ടമുള്ള സിനിമയാവുമെന്ന് അറിയില്ല. എന്തായാലും ആർക്കും അത് മോശമായി തോന്നില്ല. അതുപോലെ ഒരിക്കലും അത് ഒരു വട്ടം എന്തായാലും എല്ലാവരും കാണണമെന്ന് തന്നെ. ഒരു വട്ടം അല്ല, ഒരു വട്ടം കണ്ട എല്ലാവർക്കും വീണ്ടും വീണ്ടും കാണും എല്ലാവരും. എന്നാലും ഒരു വട്ടം എല്ലാവരും കാണും. ബ്രോക്ക് ഈ പറഞ്ഞ പോലെ നമുക്ക് സ്റ്റൈലിഷ് സ്വാഗ് എങ്ങനെ ഉണ്ടായിരുന്നു ലൈവ് എന്ന് പറയുമ്പോ മോശമായിട്ട് പറയില്ല, അത്രയും ഒരു നല്ല പ്രായമുള്ള ഒരാളല്ലേ. പക്ഷെ എന്നിട്ടും എന്തപ്പോ ഞങ്ങളെല്ലാരേക്കാളും കാണാൻ ഭംഗിയുണ്ട്. പിന്നെ നല്ല എല്ലാ ഡ്രസ് ഇടുമ്പോഴും ഒക്കെ അടിപൊളിയായിട്ട് തോന്നുന്നുണ്ടല്ലോ. അതിപ്പോ ഒരു വലിയ അടിപൊളിയായിട്ട് തന്നെ തോന്നുക. April 10, please come to the theatres. Please do watch our film and please do support our film and hit Taki Tariya, please. I think conclusion, the suspense will unveil itself on the 10th of April. And everybody I think is going to be super happy once it's out. I'm equally excited as you are and I'm sure everybody is. So let's just wait for April 10th and make sure to go to theatres and watch our film. അപ്പോൾ താങ്ക് യു. ഒരുപാട് അടിപൊളി ക്യാരക്ടറിനെ കാത്തിരിക്കും. താങ്ക് യു so much.